ഫോൺ കൊണ്ട് രാവിലെ വന്ന് നിൽക്കുകയാണ് സത്യത്തല്ല. ഇനി എന്ത് ചെയ്യാം? അപ്പം നമ്മൾ യോഗാസനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈകൾ രണ്ടും ഇങ്ങനെ മേലോട്ട് മടക്കി വെച്ചിട്ട് തല ഇങ്ങനെ ശരിച്ച് വെച്ച് കാലുകൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തന്നെ കിടക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? പറ, എന്ത് ചെയ്യണം? ശ്വാസം ഇങ്ങനെ മേലോട്ടെടുക്കുക, താഴോട്ട് വിടുക, മേലോട്ടെടുക്കുക, താഴോട്ട് വിടുക. താഴോട്ട് വിട്ടില്ലെങ്കിൽ മേലോട്ട് അങ്ങ് പോവേണ്ടി വരും. ഒരു പോക്ക് അങ്ങ് പോകും. പറഞ്ഞേക്കാം. പിന്നെ ചിരിച്ചു വരത്തില്ല. പിന്നെ ധൂളി പറയുന്ന കേട്ടോണ്ട് ചെയ്തെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇത് നല്ല തരത്തിലുള്ള ഒരു യോഗാസനമാണ്. പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ബലി തെറ്റി നിൽക്കുമ്പോൾ ഇതുപോലുള്ള അമ്മച്ചിമാരുടെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് പയറ്റാൻ പറ്റുന്ന നല്ലൊരു ആസനമാണ് ഈ ആസനം. പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇതിൻ്റെ പേര് ജൂലിയാസനം. ഓക്കെ, ഇങ്ങനത്തെ അമ്മച്ചിമാർ ഫോണും കൊണ്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ കണ്ണിൽ നിന്ന് രസപ്പെടാൻ, കണ്ണിൽ മണ്ണ് വാരിയിടാൻ പറ്റുന്ന ഒരു ആസനമാണിത്. സൂപ്പർ ആസനമാണ്. അല്ലെങ്കിൽ ഈ അമ്മച്ചി ഇങ്ങനെ വന്ന് എന്തോ കാര്യത്തിന് ഇങ്ങനെ നിൽക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ എന്തോത്തിന് വന്ന് നിൽക്കുക അമ്മച്ചി? നിങ്ങൾക്കൊരു ഞാണമില്ലയോ? അതകളെ പണിയൊന്നുമില്ല. നേരം വെളുത്ത് കുറച്ച് മിളക വരട്ടി ഉണ്ടാക്കി, കുറച്ച് പുത്തും ഉണ്ടാക്കി, ചായയും